അള്ളാഹുവിന്റെ മതത്തിന്റെ പുറത്തേക്ക്. ഷെരീഫ് മുസ്ലിയാരുടെ മോനാണ്. കുറച്ച് ദിവസം സ്ഥാനം വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കണം. പക്ഷെ സദർക്കാണെന്ന് കരുതിയാണ് വിളിക്കായിരുന്നത്. ഒരുപാട് മാനസികമായിട്ട് വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം. ഞാൻ നിസ്കാരമൊക്കെ കറക്റ്റായിട്ട് നിർവഹിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഏകദേശം 6 ആഴ്ചയായിട്ട് ഞാൻ ജുമാക്ക് പോലും കറക്റ്റായിട്ട് പോയിട്ടില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കാരണം എന്താ വെച്ചാൽ മനസ്സിലല്ലാത്ത സംശയങ്ങൾ ഇങ്ങനെ ഉള്ളിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാലോ, ഈ സിഎമ്മ വലിയ മഹാനാണ്, നമുക്കൊക്കെ സംശയമൊന്നുമില്ല, വലിയ മഹാൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സിഎമ്മയെ പറ്റിയ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിന് ആളുകൾ ഒരു പരിഹാസ കഥാപാത്രമായി മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയാതെ വല്ലാത്തൊരു സംശയം മനസ്സിലൂടെ എടുത്തിരിക്കുകയാണ്. ഉപ്പാടെ കൈപിടിച്ച് സുബഹിയുടെ അവ്വല് ജമാഅത്തിൽ പങ്കെടുക്കുന്ന മോനെ 1000-ൽ പരം കുട്ടികൾക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമ് പഠിപ്പിച്ചു കൊടുത്ത ഒരു മുസ്ലിയാരുടെ മകന്റെ അവസ്ഥയാണ്. അൻസാരി ജബരി വഹാബിസിലേക്ക് പോകും. നിങ്ങൾ എന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട. വ്യാപകമായിട്ട് ചെറുപ്പക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് മുർത്തദ്ദാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. എന്തേ കാരണം? അതിന് ഹേതുവാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഹയവാന പൂർണ്ണന്മാരുടെ പ്രസംഗമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഈ ചെക്കന്മാരുടെ ഹൃദയത്തിൽ സംശയം ഉണ്ടാക്കുന്നത്. ചോദിക്കുക, വിശുദ്ധമായ ഖുർആന്റെ നസ്വാണ് ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞെന്താ? ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ വരെ മലക്കുകളെ വീണ്ടും നേതാവാക്കാനുള്ള കഴിവ് ബഹുമാനപ്പെട്ട സിഎം അലിമാർക്ക് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മക്കൾ മദ്രസക്കാലങ്ങളിൽ പഠിച്ച മക്കളുടെ മനസ്സിൽ എന്താണ് ഉണ്ടായത്? കേട്ടില്ലേ നിങ്ങൾ? എന്തെല്ലാം പുകിലുകളാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ കറക്കുന്നത്. ഇവരാണ് സുന്നികൾ എന്ന് വാദിക്കുന്നവർ. ഏറ്റവും വലിയ സങ്കടം, നമ്മുടെ വേഷം ധരിച്ചിട്ടാണ് ഈ ഹയവാന്മാരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലേ? ഒരു കാലത്ത് മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും നമ്മൾ നേരിട്ടു. അവർ അന്ന് ചോദിച്ച ചോദ്യങ്ങളിൽപ്പെട്ട ഒന്ന്, യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അങ്ങനെ വിളിച്ചാൽ ലോകത്ത് ഉള്ള ഏതു ഭാഗത്തു നിന്നും ആര് വിളിച്ചാലും മുഹിയുദ്ദീൻ ശൈഖ് കേൾക്കുമോ എന്നതാണ് അവരുടെ ചോദ്യം. അതിന് നമ്മൾ പ്രമാണബദ്ധമായ ഭദ്രമായ മറുപടി നൽകി കേൾക്കും. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അത്വാഹിയായ ഖുദ്റത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട്, അവർ കേൾക്കും എന്നു പറഞ്ഞു മറുപടി നൽകി. അങ്ങനെ പ്രമാണബദ്ധമായ മറുപടികൾ നൽകി അവരെ അഹ്ലുസുന്നയുടെ പാരമ്പര്യ ഇസ്ലാമിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. ഈ കൂട്ടർ ഇന്ന് അവരെക്കാളും അധപ്പതിച്ച ബിദ്അത്തിന്റെ മേച്ചമായ കയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവരറിയുന്നില്ല. ഇപ്പം ഇവർ ചോദിക്കുന്നത് എങ്ങനെയൊക്കെ സാധിക്കുന്നതെന്നാണ്. ചില കറാമത്തുകൾ, അത് തന്നെ ഹബീബെ കറാമത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നത് പച്ച നുണയാണ്. ഈ പ്രതിപ്പ് കൊണ്ട് കണ്ടില്ലേ, ഒരു ഫോൺ കോൾ ഒരു ഷെരീഫ് മുസ്ലിയാരുടെ മകനാത്ര. ഷെരീഫ് മുസ്ലിയാരുണ്ടോ എന്ന് നന്നാവുമല്ലോ. ഇത് ആരുടെ ക്രിയേറ്റീവ് ആണെങ്കിലും നന്നായിട്ടുണ്ട്. നിങ്ങൾ ആർക്കെതിരെയാണ്? ഒരു നൗഷാദ് ഹസനിക്കോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു മുഹമ്മദ് സഖാഫിക്കോ അല്ലെങ്കിൽ അബ്ദുസമദ് അൻവരിക്കോ ഇവർക്കെതിരെയാണോ നിൻ്റെ സംസാരം? എന്നാൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ ഞങ്ങൾ സംസാരിക്കുന്നത് വിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ്. ഇതാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്. ഇതാണ് പാരമ്പര്യ സുന്നികൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയും വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അനക്ക് പിടിക്കുന്നില്ല എങ്കിൽ എന്താ ചെയ്യുക? നിനക്ക് തിരിയുന്നില്ലെങ്കിൽ അത് തിരിവാടുള്ളവരോട് വന്ന് സംസാരിക്കുകയല്ലേ വേണ്ടത്? ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിനക്കിപ്പോൾ ഹസനി ഉസ്താദിൻ്റെ നമ്പർ കിട്ടാനോ കുഞ്ഞു മുഹമ്മദ് സഖാഫി ഉസ്താദിൻ്റെ നമ്പർ കിട്ടാനോ അൻവരി ഉസ്താദിൻ്റെ നമ്പർ കിട്ടാനോ ഒന്നും വലിയ പ്രയാസമില്ല. ആരുടെ നമ്പരും കിട്ടും. അവരാരും ആരെയും ഒന്നും ചെയ്യില്ല. അവർക്ക് ഏത് സമയം ആര് വന്നാലും അവിടെ കവാടം തുറന്നു കിടക്കുകയാണ്. അവരിതിനു വേണ്ടിയാണുള്ളത്, മറ്റു പണിയൊന്നുമില്ല. യൂട്യൂബിൽ വീഡിയോ ഇറക്കി വരുമാനം ഉണ്ടാക്കി പരിപാടികളൊന്നുമില്ല.
ഈ സുന്നത്ത് ജമാഅത്ത് ഇവിടെ പ്രചരിപ്പിക്കുക, അതിൻ്റെ ആശയം പഠിപ്പിക്കുക, പറയുക എന്ന ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് സുഹരിയോട് എനിക്ക് വിനീതമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഒന്നെങ്കിൽ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുമായി നന്നായി സംസാരിച്ച് കാര്യങ്ങൾ കൃത്യത വരുത്തുക. അല്ലെങ്കിൽ ഈ വേഷം ഊരി വെച്ചിട്ട് മറ്റെന്തെങ്കിലും പണികൾ, ഇപ്പോൾ സാധാരണ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുക്കളപ്പണി, അതുപോലെയുള്ള പാചകങ്ങൾ എന്തെങ്കിലും ചെയ്യുക. അതല്ലെങ്കിൽ ഈ പണിയൊന്നും ചെയ്യാൻ ശ്രമിക്കുക, ക്ലിക്കാകാൻ സാധ്യതയുണ്ട്. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.